ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ ബംഗ്ലാദേശ് വിഷയത്തിൽ പ്രത്യേക പ്രതികരണമൊന്നും നടത്താത്ത പ്രധാനമന്ത്രി, അതായത് യൂനസ് ആ സ്ഥാനത്തേക്ക് വന്നപ്പോൾ അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ലാതെ അവിടുത്തെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നതിൽ ഒരു ആശങ്കയോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നത്തിൽ ഇടപെടലോ ഒന്നും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അത് ഒരുപാട് വിമർശനങ്ങൾക്കൊക്കെ ഇടവരുത്തിയിരുന്നു. ഇന്ന് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞത് ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ പഴയതുപോലെ ആകും, അവിടുത്തെ ഹിന്ദുക്കളുടെ കാര്യത്തിൽ ആശങ്കയുണ്ട് എന്നാണ് പറയുന്നത്. ഈ പഴയതുപോലെ ആകും എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടല്ലേ അത് പറയുന്നത് എന്നുള്ളതാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത്. എന്താണ് സാർ അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് മോദി സർക്കാർ എന്ത് നിലപാടായിരിക്കും ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്നത്? ഓഗസ്റ്റ് 5-ാം തീയതിയാണ് ഷേഖ് ഹസീന രാജിവെക്കുന്നത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിട്ട് അത് ഒളിച്ചോടുകയാണ്, അതായത് പലായനം ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അന്ന് മുതൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ മൈനോറിറ്റീസ് ആക്രമിക്കപ്പെടുക എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു തുടർക്കഥ പോലാണ് ഉണ്ടായത്. പണ്ടിവിടെ നമ്മുടെ 1992 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് അവിടെ അതേപോലെ തന്നെ മൈനോറിറ്റീസിനെതിരെ ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞ പോലെ ഇത് ഒരു തുടർക്കഥയാണ്. അവിടെ ഇങ്ങനെയുള്ള സംഭവം എന്തെങ്കിലും ഉണ്ടായാലും ഈ പാവങ്ങളുടെ ദേഹത്തോട്ട് കയറും. കാരണം അവർ വൾണറബിളാണ്. വൾണറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ ഒരു സോഫ്റ്റ് ആയിട്ടല്ല, വളരെ ലഘുവായിട്ടുള്ള ഒരു ടാർഗറ്റാണ്. ഒരു പ്രശ്നമില്ല അവരെ ഉപദ്രവിക്കുക അവിടുത്തെ മൈനോറിറ്റീസിനെ. ആ ഒരു കാഴ്ചപ്പാട് അവിടുത്തെ മെജോറിറ്റി ആയ മുസ്ലിംസിനുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ് അവിടെ നടന്നു വരുന്നത്. ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ നമ്മുടെ റിപ്പോർട്ട്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അതായത് BBC-യും അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങൾ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് അവിടുന്ന് അവരൊക്കെ റിപ്പോർട്ട് ചെയ്തേക്കുന്നതാണ് ഏതാണ്ട് 50-ൽ പരം ജില്ലകളിലായിട്ട് 200-ൽ പരം ആക്രമണങ്ങൾ ഈ മൈനോറിറ്റീസിൻ്റെ ബോളിൽ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ മൈനോറിറ്റീസ് എന്ന് പറയുന്നത് കൂടുതൽ ഹിന്ദുക്കളാണ്. ആ ഹിന്ദു സഹോദരങ്ങൾ അവർ മനുഷ്യരല്ലേ, അവരെ ദേഹത്തോട്ട് കുതിര കയറുന്ന മാതിരി അവിടെയുള്ള ആ ഏതായാലും ഇതുപോലുള്ള അക്രമങ്ങൾ അവിടെ അരങ്ങേറി എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതിനകത്ത് പറയാതിരിക്കുന്ന വൃത്തിയില്ല. അത് മാത്രമല്ല, ഏതാണ്ട് 5 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ മൈനോറിറ്റീസിൽപ്പെട്ട 5 പേര് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ഇതുപോലുള്ള സംഭവങ്ങളിൽ. അത് നമുക്ക് ചിലത് വായിക്കുമ്പോൾ BBC-യിലുള്ള ഒരു റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ വളരെ വല്ലായ്മ തോന്നുന്നു നമുക്ക്. കാര്യം അതിനകത്ത് അവർ ഒരാൾ പറഞ്ഞേക്കുന്നത് ഒരു ഹിന്ദു സഹോദരനാണ്. അദ്ദേഹം പറഞ്ഞേക്കുന്നത് അവിടെ ഒരു വലിയ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അയാൾക്ക് അവിടെ വളരെ വർഷങ്ങളായിട്ടുള്ള പരിചയമൊക്കെ ഉള്ളതുകൊണ്ട് അയാൾ പറയുന്നത് എന്നിങ്ങനൊരു അതായത് ഈ അവാമി ലീഗ് ആ പാർട്ടി എന്ന് അധികാരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാലും ഈ മൈനോറിറ്റീസിൻ്റെ മേളിൽ അക്രമം ഉണ്ടാവും. അതിൻ്റെ കാരണം അവർ പറയുന്ന മൈനോറിറ്റി ബാക്കിയുള്ളവർ പറയുന്നത് അവർ മറ്റൊരു ഹാർഡ് കോറാണ്. ഇപ്പോൾ BNP ആയാലും അതുപോലെ ജമാഅത്ത് ഇസ്ലാമി ആയാലും ഹാർഡ് കോർ ഫണ്ടമെന്റലിസ്റ്റുകളാണ്. അവർ പറയുന്നത് ഈ മൈനോറിറ്റീസ് എല്ലാം അവാമി ലീഗിൻ്റെ പിന്തുടർച്ചക്കാരാണെന്നാണ്. ഒരു പരിധിവരെ അത് ശരിയുമാണ്. കാരണം അവർക്ക് പ്രൊട്ടക്ഷൻ അല്പം സെക്യുലറായിട്ട് ഫീൽ ചെയ്യുന്നത് അവാമി ലീഗിനെയാണ്, അതിന് സംശയമില്ല. മറ്റൊരു ഹാർഡ് കോർ ഫണ്ടമെന്റലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ മൈനോറിറ്റീസ് എല്ലാം ആശ്രയിക്കുന്നത് അവാമി ലീഗിനെയാണെന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. കാരണം അവർക്ക് അല്പം വിശ്വാസമുള്ള അതിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാരണത്താലാണ് ഇവരെ ആക്രമിക്കപ്പെടുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവാമി ലീഗ് എപ്പോൾ താഴെ വീഴുന്നോ, എപ്പോൾ പോകുന്നുണ്ടോ അന്ന് ഇവരുടെ പേരിൽ ഈ അക്രമങ്ങൾ ഉണ്ടാവുകയാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അതിൽ ആ BBC-യിലെ ആ റിപ്പോർട്ടിൽ പറഞ്ഞപ്പോൾ ആ ഹിന്ദു സഹോദരൻ പറഞ്ഞ് എനിക്ക് വളരെ സങ്കടം തോന്നി കേട്ടിട്ട്. അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു കസിൻ അവരൊരു വിഡോവാണ്. അവരും ബാക്കിയുള്ള അവരുടെ മക്കളും ബന്ധുക്കളും എല്ലാം കൂടെ അവരുടെ ഒരു പൂർവികരുടെ ഒരു വലിയ വീട്ടിലാണ് താമസം. വർഷങ്ങളായിട്ട് താമസിക്കുന്നവരാണ്. അവരാരും അവിടെ വലിഞ്ഞു കയറി വന്നൊന്നുമല്ല. അവരാ നാട്ടിലെ ആളുകളാണ്. അവർക്കവിടെ അവകാശമുണ്ട് താമസിക്കാൻ. അവര് ആ വലിയൊരു വീട്ടിൽ അവരിങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഈ അക്രമികളെല്ലാം കൂടെ ചെന്ന് കയറിയിട്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച കയറി
മുഴുവൻ അവിടെ 18 ഇൻമേറ്റ്സ് ഉണ്ട് അവിടെ. അവരെ ആരെയും ഉപദ്രവിച്ചൊന്നുമില്ല. പക്ഷേ അവിടെയുള്ള സാധനങ്ങൾ ടി വി എടുത്തുകൊണ്ട് പോയി, അതുപോലെ തന്നെ ബാക്കി ഹൗസ് ഹോൾഡ് ഐറ്റംസ് കൊള്ളാവുന്നതെല്ലാം എടുത്തു. ഈ ഈ ഇത് ടോയ്ലറ്റിലെയൊക്കെ ഫിറ്റിങ്സ് വരെ നശിപ്പിച്ചു. അതെല്ലാം എടുത്ത് മുഴുവൻ വലിയ നാശനഷ്ടം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് അവരുടെ ആഭരണങ്ങൾ മുഴുവൻ ലൂട്ട് ചെയ്തുകൊണ്ട് പോയി, പണവും. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിങ്ങൾ അവാമി ലീഗിൻ്റെ ആളുകളാണ്, നിങ്ങളൊക്കെ കാരണമാണ് ഈ അവാമി ലീഗ് ഇവിടെ വരാൻ കാരണം, അത് കാരണം നിങ്ങൾ പോയിക്കോണം, ഇതാണ് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞു. പക്ഷെ അവരെ ഉപദ്രവിച്ചൊന്നുമില്ല. അതാ അവർ പറഞ്ഞ ആ റിപ്പോർട്ടിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതേപോലുള്ള അക്രമങ്ങളിൽ, തത്തുല്യമായ അക്രമങ്ങളിൽ 5 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. 5 പേര് എന്തിന് കൊല്ലപ്പെടുന്നു? അവർ നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകം യഥാർത്ഥ രാഷ്ട്രങ്ങളായിട്ട് വെട്ടിമുറിക്കാൻ ആർക്ക് അവകാശം കൊടുക്കുന്നു എന്ന് പണ്ട് വെൻഡൻ വിൽക്കി ഏകത ലോക സിദ്ധാന്തം പറഞ്ഞതിന് ശേഷം പറഞ്ഞ കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ, അതായത് വൺ വേൾഡ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ, ഈ ലോകം രാഷ്ട്രങ്ങളായിട്ട് മുറിക്കാൻ ആർക്ക് അവകാശം കൊടുത്തു? മനുഷ്യൻ എല്ലാവർക്കും ഒരുപോലെ താമസിക്കാൻ അവകാശമുള്ളതല്ലേ? അങ്ങനെയുള്ളപ്പോൾ അവിടെ വരുമ്പോൾ, ഇവിടെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളായാൽ അവർ നമ്മുടെ സഹോദരങ്ങളാണ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അവരവിടെ ജനിച്ചു വളർന്ന ആളുകളാണ്. അവർക്ക് അവിടെ താമസിക്കാനുള്ള അവകാശമില്ലേ? അവരെന്തിനാ ഇവിടെ ഇറങ്ങിപ്പോണം? യുവന്മാരാരാ ഇത് പറയാൻ? ഈ ഫണ്ടമെന്റലിസ്റ്റുകളെയൊക്കെ യഥാർത്ഥ അടിച്ചമർത്തണം. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഇന്ത്യ, ഇപ്പോൾ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഇപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് അദ്ദേഹം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഇന്ത്യ ഗവൺമെൻറ്. കാരണം ഈ മുഹമ്മദ് യൂനിസിൻ്റെ ഭരണം, അദ്ദേഹത്തിൻ്റെ നേതൃത്വം അവിടുന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അധികാരത്തിൽ വരാൻ പോകുന്നത് ഈ BNPയും ജമാഅത്ത് ഇസ്ലാമിയുമാണ്. അതാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഇപ്പോൾ പ്രശ്നം ഉണ്ടാവും. അതായത് ഈ മുഹമ്മദ് യൂനിസും BNPയും അതുപോലെ തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് പ്രശ്നം വരും. കാരണം അവർ 3 മാസത്തിനകത്ത് തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അവന്മാർക്ക് അധികാരത്തിൽ വരാൻ പറ്റും. കാര്യം ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്കാരും ഇനി തലപൊക്കത്തില്ല ഉടനെ. അതുപോലെ ഒരു അട്ടിമറി ഉണ്ടായിട്ടുണ്ട്. പിന്നെ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ആളുകൾ അധികാരത്തിൽ വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ മുഹമ്മദ് യൂനിസ് പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, ഇവിടുത്തെ അക്രമത്തിൽ, അതായത് ഇവിടുത്തെ അതിക്രമങ്ങളിൽ ഇന്ത്യ ഇടപെട്ടില്ലെങ്കിൽ, അത് ഇതിന് മുമ്പാണ്, അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് ശേഷമല്ല, ഇത് ഇടപെട്ടില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാണ്, നെയ്ബറിങ് കൺട്രീസിനാണെന്ന് പറഞ്ഞു. നെയ്ബറിങ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അദ്ദേഹം പറഞ്ഞത്, അതായത് ഒരു 7 സിസ്റ്റർ സ്റ്റേറ്റ്സ് എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബംഗാൾ, അസം, അതുപോലെ തന്നെ മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര, പിന്നെ മിസോറം, മണിപ്പൂർ, ഈ 7 സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ ആളുകൾ വന്ന് അടിയും എന്ന് പറഞ്ഞത് അവിടുന്ന് അഭയാർത്ഥികൾ വരുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ ശരിയായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യ ഇത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പാടില്ല അവിടുത്തെ അക്രമങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് ഇപ്പോഴത്തെ ആ യൂനിസിൻ്റെ, മുഹമ്മദ് യൂനിസിൻ്റെ ഭരണത്തിന് വേണ്ട പിന്തുണ കൊടുക്കണം. എൻ്റെ അഭിപ്രായത്തിൽ അതായിരിക്കണം വിദേശ നയം. ആ പിന്തുണ കൊടുത്തില്ലെങ്കിൽ ഉള്ള കാര്യം, ചൈനയോടും പാകിസ്ഥാനോടും അമേരിക്കയോടും ഒക്കെ വിധേയത്വം പുലർത്തുന്ന BNPയും അതേപോലെ ജമാഅത്ത് ഇസ്ലാമിയും ഭരണത്തിൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഒന്ന് തിരിച്ചറിയണം. അങ്ങനെ വരുന്ന പക്ഷം അത് നമ്മുടെ, അതായത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വളരെ എതിരായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അത് മനസ്സിലായിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുപോലെ അവിടുത്തെ ഹിന്ദു സഹോദരങ്ങളുടെ പേരിലുള്ള ആക്രമണങ്ങൾ, അത് അവിടെ ലാൻഡ് ഓർഡർ തകർന്നിരിക്കുകയാണ് അവിടെ ആ രാജ്യത്ത്. ഇപ്പോൾ യഥാർത്ഥ ഒരു 2 ദിവസം മുമ്പ് ഒന്ന് കെട്ടടങ്ങിയതാണ്. പക്ഷേ അത് വീണ്ടും തുടങ്ങി. ഇന്നലെ മെനഞ്ഞാന്ന്, അതായത് ചൊവ്വാഴ്ച മുതൽ വീണ്ടും തുടങ്ങിയതായിട്ടാണ് BBC-യുടെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാവുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ ഗവൺമെൻറ് കൈയും കെട്ടി നോക്കിയിരിക്കാൻ പാടില്ല. ഇതിലിടപെടണം. ഇടപെടുക എന്ന് പറഞ്ഞത് മുഹമ്മദ് യൂനിസിന് വേണ്ട, ആ രാജ്യത്തിനെ പിടിച്ചടക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. മുഹമ്മദ് യൂനിസിന് അവിടെ അതിന് ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കണം. അങ്ങനെ പല രാജ്യങ്ങളിലും പണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാലിയിൽ പണ്ട് ആക്രമണം വന്നപ്പോൾ രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ് അവിടെ ഇവിടുത്തെ ഇന്ത്യൻ മിലിറ്ററി അവിടെ ഇറങ്ങിയിട്ടാണ് അവിടെ അത് സ്ട്രീം ലൈൻ ചെയ്ത് റെഡിയായി കൈ പിടിച്ച് തിരിച്ച് കൈ കൊടുത്തത്. അതുപോലെ ഈ ബംഗ്ലാദേശിൽ അടിച്ചമർത്തൽ വന്നു. ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് അത്രത്തോളം ബുദ്ധിമുട്ട് വന്നപ്പോൾ, ഇന്നത്തെ പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് അത്രയും പ്രശ്നം വന്നപ്പോൾ, ആ മുജിബുർ റഹ്മാനും
അവാമി ലീഗിനും ഒക്കെ കൊടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ സപ്പോർട്ട് കൊടുത്തു. യഥാർത്ഥത്തിൽ അവിടെ ഭരണം കൊണ്ടുവന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. ഇവരുടെ ഭരണം കൊണ്ടുവന്നത് ബംഗ്ലാദേശ് സൃഷ്ടിച്ചത് തന്നെ ഇന്ത്യയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെയുള്ളപ്പോൾ ഇന്ത്യ ഇത് കയ്യും കെട്ടി നോക്കിയിരിക്കരുത്, ഇതിൽ ഇടപെടണം, നോക്കണം. കാരണം അല്ലെങ്കിൽ അവിടുത്തെ മൈനോറിറ്റീസിനുള്ള ഈ ബുദ്ധിമുട്ടുണ്ടാകുക എന്ന് പറഞ്ഞാൽ അവരും മനുഷ്യരല്ലേ എന്ന് ആദ്യം ചിന്തിക്കുക. നമുക്ക് അവിടുത്തെ മെജോറിറ്റി മൈനോറിറ്റി ഒന്നും പ്രശ്നമല്ല. മനുഷ്യന് അവിടെ താമസിക്കാം. അവരവിടെ ജനിച്ചു വളർന്ന ആളുകൾക്ക് അവർക്ക് അവിടെ താമസിക്കാം. അതിനുള്ള അവകാശമുണ്ട്. അത് ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം ഇങ്ങനെയുള്ള മിലിറ്റൻസിന്. അതാണ് ആ മിലിറ്റൻസിനെ അടിച്ചമർത്തണമെങ്കിൽ ശരിയായ രീതിയിലുള്ള പോലീസിങ് അവിടെ വേണം. അതവിടെ ഇല്ല. ഇപ്പോൾ പോലീസ് ഫോഴ്സ് ഒന്നും ശരിയായിട്ടും ഇല്ല, ഒന്നുമില്ല. ആ രീതിയിലേക്ക് മാറിപ്പോയി. ഇനി അതൊക്കെ സ്ട്രീം ലൈൻ ചെയ്ത് വരണമെങ്കിൽ സമയമെടുക്കും. അങ്ങനെ വരുമ്പോഴേക്കും അവിടുത്തെ ഹിന്ദു സഹോദരങ്ങളൊക്കെ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും. അങ്ങനെ പാടില്ല. അവിടെ ആരായാലും ശരി, അവിടുത്തെ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ആരായാലും ആക്രമിക്കപ്പെടരുത്. അപ്പോൾ അവിടെ അതിൽ ആ ഹിന്ദു സഹോദരൻ്റെ ആ റിപ്പോർട്ട്, BBC വന്ന റിപ്പോർട്ടിനകത്ത് പറയുന്നത് ഈ ചെറുപ്പക്കാർ, മുസ്ലിം ചെറുപ്പക്കാർ അവർ ഇവർക്ക് വേണ്ട സഹായം, അതായത് ഈ ഹിന്ദു സഹോദരങ്ങൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവിടെ കൊള്ളാവുന്ന ആളുകൾ അവിടെ ഉണ്ട്, എല്ലാം മോശക്കാരല്ല. അതുകൊണ്ട് നമുക്കതൊരു രജതരേഖയായിട്ട് നമുക്കത് കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഈ അപ്രിഹെൻഷനും കൂടെ ചേർത്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഇത് നോക്കിയിരിക്കില്ല എന്ന് നമുക്ക് ഒരു തോന്നലുണ്ട്, ഉണവാകുന്നുണ്ട്. അത് വാചകങ്ങൾ കൊണ്ടായില്ല, അത് പ്രവൃത്തിയിലൂടെ വേണം. ഇല്ലെങ്കിൽ അവിടുത്തെ മൈനോറിറ്റീസ് അടിച്ചമർത്തപ്പെടുന്നവരെ നോക്കിയിരിക്കരുത്. ആ മൈനോറിറ്റീസ് എന്ന് പറയുന്നതും എല്ലാം മനുഷ്യരെല്ലാം, എല്ലാ മനുഷ്യരും നമ്മുടെ സഹോദരങ്ങളാണെന്നൊരു കാഴ്ചപ്പാട് നമുക്ക് വേണം. അത് മൈനോറിറ്റി ആയാലും മെജോറിറ്റി ആയാലും ആരായാലും. അവിടെ മെജോറിറ്റി എന്നുള്ള ഒരു പേരിൽ അവിടുത്തെ മൈനോറിറ്റീസിനെ അടിച്ചമർത്താനുള്ളത്, ആക്രമിക്കുന്നത് ഒഴിവാക്കണം. അതിന് വേണ്ട എല്ലാ സഹായങ്ങളും എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ ഗവൺമെൻറ് മുഹമ്മദ് യൂനിസിന് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഇന്ന് കരണീയമായിട്ടുള്ളത്. ഓക്കെ, നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.